അല്പസമയത്തിനകം തന്നെ ബിനോയുടെ ഭൗതിക ശരീരം ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എറണാകുളത്ത് നിന്നും പുറപ്പെട്ട് ഇനിയിപ്പോൾ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വീട്ടിൽ അതിനുവേണ്ടി ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വലിയ ഒരു ആൾക്കൂട്ടം ഈ ബിനോയുടെ മൃതദേഹം കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമെല്ലാമായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു വീട്ടിൽ, അതായത് 2.5 സെൻറ്റ് വീട്ടിലേക്ക് അദ്ദേഹം താമസം മാറിയിട്ട് അധികം നാളുകളായിട്ടില്ല. വളരെ ആശിച്ചു മോഹിച്ച് നിർമ്മിച്ച ഒരു വീടാണ്. ആ വീടിൻ്റെ പണി പൂർത്തിയാക്കാനായി അദ്ദേഹം കഴിഞ്ഞിട്ടില്ല. വിദേശത്തേക്ക് ജോലിക്ക് പോയി അവിടെ നിന്നും നല്ല ഒരു രീതിക്കുള്ള ജോലിയെല്ലാം ലഭിച്ച് വീടിൻ്റെ പണി പൂർത്തിയാക്കണമെന്നുൾപ്പെടെയുള്ള ആഗ്രഹങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യമെന്നോണം ഉള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അതോടുകൂടി അവിടെ നിലയ്ക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക്, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഏകദേശം 8 വർഷത്തോളമായി ഈ ഒരു പരിസരത്ത്, ചാവക്കാട് പരിസരത്ത് അദ്ദേഹം വാടകയ്ക്ക് വിവിധ ഇടങ്ങളിലായി താമസിക്കുകയായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുൻപ് ഈ ഒരു വീട് നിർമ്മിച്ചു തുടങ്ങിയത്. വീടിൻ്റെ പണി ഇതുവരേക്കും പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര സമയമെടുക്കും? എങ്ങനെയാണ് ഇവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ? ഇപ്പോൾ ബോഡി ഏതാണ്ട് തൃശ്ശൂർ എത്താനായിട്ടുണ്ട്. ഈ ചേറ്റുവ റൂട്ട് വഴി, കടുത്താക്കൽ വഴിയാണ് ബോഡി വീട്ടിലെത്തുക. ഇവിടെ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും അന്ത്യോപചാരങ്ങൾക്ക് ശേഷം കുന്നംകുളത്തേക്ക് കൊണ്ടുപോകണമെന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. ഏകദേശം എത്ര മണിയോടുകൂടി സംസ്കാരം? ഇവിടെ ഏകദേശം ഇപ്പോൾ സമയം 1:40 അപ്പോൾ ഒരു 2 മണി കഴിയും ഇവിടെ എത്തുമ്പോൾ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 3 മണിയോടുകൂടി എടുക്കാൻ കഴിയുമെന്നാണ് ഒരു പ്രതീക്ഷ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ആരും വരാനൊന്നുമില്ല, എല്ലാ ബന്ധുക്കളും അവരുടെ അവരുടെ ഈ ബിനോയുടെ അപ്പനും അമ്മയും അവിടെ നിന്ന് പോകുന്നു എന്നാണ് കേട്ടത്. നമുക്ക് അത്രേ വിവരമുള്ളൂ. ബാക്കി പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും തന്നെ എന്തായാലും നിലവിൽ ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് ബിനോയുടെ മൃതദേഹം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ട ബാക്കി സംസ്കാര ചടങ്ങുകൾക്കും പൊതുദർശനത്തിനും എല്ലാം വേണ്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ തന്നെയാണ് പൊതുദർശനം നടക്കുന്നത്. അതിനുശേഷം കുന്നംകുളത്താണ് ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്.